ഹലോ, നമസ്കാരമുണ്ട്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഷാർജയിൽ നിന്ന് സുധീഷ് ഗുരുവായൂരാണ്. കഴിഞ്ഞ 2-3 ആഴ്ച മുന്നേ ഞാൻ എൻ്റെ കൂട്ടുകാരോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അതിന് ശരിയുത്തരം എഴുതുന്ന 50 പേർക്ക് ബീൻസിൻ്റെ വിത്തുകൾ ഞാൻ കൊടുത്തുവിടാമെന്ന് പറഞ്ഞിരുന്നു. ആദ്യമായിട്ട് ക്ഷമ ചോദിക്കണം. ഇപ്പം 2 ദിവസം മുന്നെയാണ് അത് കൊടുത്തുവിടാൻ കഴിഞ്ഞത്. കാരണം ദുബായിൽ നിന്ന് ആയതുകൊണ്ട് ദുബായിൽ നിന്ന് ഒരുപാട് ആൾക്കാർ നാട്ടിലോട്ട് പോകുന്നത് വളരെ അപൂർവമാണ്. അതുകൊണ്ടാണ് ഞാൻ വിത്തുകൾ കൊടുത്തുവിടാനായിട്ട് ലേറ്റായി പോയത്. ക്ഷമിക്കണം. ഇന്ന് ഞാനൊരു ചോദ്യമായിട്ട് എന്താ പറയുക, യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ പൂ എന്തിൻ്റെ പൂവാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എല്ലാവർക്കും അറിയാം, ഒരുപാട് ഗുണങ്ങളാണ് ഈ പൂക്കൾ, ഈ ചെടികളുള്ളത്. ഇതിൻ്റെ അടിയിലാണ്, ഈ ചെടിയുടെ അടിയിലാണ് ഇതിൻ്റെ ഫലം ഉണ്ടാവുന്നത്. നമ്മുടെ കണ്ണിനും ശരീരത്തിനും വേണ്ട എല്ലാ പോഷകങ്ങളും ഒരുപാട് അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് അത് ഇതിൽ ഈ ചെടിയിൽ ഉണ്ടാവാറുള്ളത്. നമ്മളെല്ലാവരും എനിക്ക് തോന്നുന്നത് സലാഡായിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇത് ഇത്രയും പറഞ്ഞ് ക്ലൂ തന്നു നിങ്ങൾക്ക്. ഇപ്പം എല്ലാവർക്കും എനിക്ക് തോന്നുന്നു അറിയാം, മനസ്സിൽ ഓടിക്കാണും എന്താണെന്നുള്ളത്. ഉത്തരം എഴുതുന്ന 50 പേർക്കാണ് ഞാൻ കൊടുത്തുവിടാൻ വേണ്ടി പോകുന്നത് സ്വീറ്റ് മിലാൻ്റെ വിത്തുകളാണ്. കഴിഞ്ഞ തവണ ഞാൻ വാട്ടർ മിലാൻ വിത്തുകൾ കൊടുത്തുവിട്ടിരുന്നു. അതേപോലെ തന്നെയാണ് സ്വീറ്റ് മിലാൻ്റെ വിത്തുകൾ. ഇതാണ് വിത്തുകൾ. സ്വീറ്റ് മിലാൻ്റെ വിത്തുകളാണ് ഞാൻ കൊടുത്തുവിടുന്നത്. കണ്ടോ, ഹൈബ്രിഡ് വിത്തുകളാണ്, നല്ല ഇനം വിത്തുകളാണ് അത് കൊടുത്തുവിടുന്നത്. അപ്പോൾ എല്ലാവരും ഉത്തരം എഴുതുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇതിൻ്റെ അടിയിലാണ്, വീഡിയോൻ്റെ അടിയിലുള്ള കമൻസിലാണ് ഉത്തരങ്ങൾ എഴുതേണ്ടത്. ആദ്യം എഴുതുന്ന 50 പേർക്കാണ് നമ്മൾ ഹൈബ്രിഡിൻ്റെ വാട്ടർ മിലനല്ല സ്വീറ്റ് മിലൻ വിത്തുകൾ കൊടുത്തു വിടുന്നത്, അയക്കാൻ പോകുന്നത്. അപ്പോൾ ഉത്തരങ്ങൾ പെട്ടെന്ന് തന്നെ എഴുതുക. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മുകളിൽ ബെൽ ഐക്കൺ ഉണ്ട്, ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരുപാട് കൃഷിയുടെ അറിവുകളുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ പുതിയൊരു കൃഷി അറിവുകളായിട്ട് വരാം. അതുവരേക്കും നന്ദി. ബൈ ബൈ.